So hi all, welcome to BTech Doctor. So നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് CS-ന്റെ അതായത് നമ്മുടെ ആൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്താണ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുക. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമുക്കപ്പോൾ ഒരു കോൺസെപ്റ്റ് കിട്ടും, ലൈക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പാറ്റേൺ കിട്ടും. ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇന്ന മൊഡ്യൂളിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. നമ്മളിപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അതിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്നൊക്കെ മനസ്സിലാവും. സോ അങ്ങനെ വരുന്ന കേസസിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ്. സോ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് ഷുവറായിട്ടും എന്ത് ചെയ്യുക, ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അതായത് ഡിസ്കഷൻ്റെ കൂടെ തന്നെ നിങ്ങളും ചെയ്തു പോവുക, അത്രയും നല്ലതായിരിക്കും. സോ CS-ന്റെ ക്വസ്റ്റ്യൻ എന്താണ് കുറച്ചും കൂടെ ഇതിൽ ഏതൊക്കെയാ കൊടുത്തിരിക്കുന്ന കുറച്ച് എന്താ പറയുന്നത് IT വെച്ചിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് കുറച്ച് ചില ടോപ്പിക്സ് 1-2 ടോപ്പിക്സ് ഒക്കെ വ്യത്യാസമുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോൾ എടുക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത് 2 പാർട്ട് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. A പാർട്ടും B പാർട്ടും ഉണ്ട്. A പാർട്ടിലെന്ന് പറയുന്നത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. B പാർട്ട് എന്ന് പറഞ്ഞാൽ 14 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് A പാർട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ഓർ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നുമില്ല. സോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എല്ലാം വരുന്നത്. അങ്ങനെ 10 ക്വസ്റ്റ്യൻ കാണും. 5 മൊഡ്യൂളിന്റെ 2 ക്വസ്റ്റ്യൻ വന്ന് ഓരോ മൊഡ്യൂളിന്റെ 10 ക്വസ്റ്റ്യൻ കാണും. അങ്ങനെ 30 മാർക്കും. മറ്റത് എന്താ പറയുക, B പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് B പാർട്ടിൻ്റെത് വന്നിട്ട് നമുക്ക് 14 മാർക്കിൻ്റെ ആയിരിക്കും. 14 മാർക്ക് കറക്റ്റ് 14 എന്ന് ആവാതെ സ്പ്ലിറ്റ് ചെയ്തും 6+8 അങ്ങനെ വരാം, 7+7 വരാം, 10+4 അങ്ങനെയും വരാം. സോ നമുക്ക് ഇനി എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ നോക്കിയേ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അതായത് f(n) = 3n³ + 2n² + 3 for an algorithm. അപ്പൊ എന്താണ് ഇവിടുത്തെ f(n) എന്താണ് തന്നിരിക്കുന്നത്, ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. g(n) എന്ന് പറയുന്നത് g(n) എന്ന് പറഞ്ഞാൽ n³ ആണ്. അപ്പൊ പ്രൂവ് ചെയ്യേണ്ട എന്താണ്, പ്രൂവ് ദാറ്റ് f(n) of this algorithm is in big of n³. അതായത് big of n³ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സിറ്റി ഇതിൽ കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റിക്കറൻസ് റിലേഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഇതിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ള, ഇതിന് സോൾവ് ചെയ്യേണ്ടത്. സോ നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, f(n) = 3n³ + 2n² പ്ലസ് എന്താണ് 3n, അപ്പം +3 ആണ്. ഓക്കെ, അപ്പൊ f(n) എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 3n³ + 2n² + 3 ആണ്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബിഗ് O കാൽക്കുലേറ്റ് ചെയ്യാം, ബിഗ് ഓഫ് n² അല്ലേ, n² ആയിരിക്കത്തില്ല, കാരണം എന്താണ് ഹയസ്റ്റ് ടേമിൽ n² ആണ് വരുന്നത്. സോ ബിഗ് ഓഫ് n² എന്ന് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, ഈ g(n) എന്ന് പറയുന്നത് n³ ആണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് അതിൽ f(n)ൻ്റെത് എന്തായിരിക്കണം, ബിഗ് ഓഫ് n³ എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഇവിടെ എന്താണ്, നമ്മളിവിടെ എഴുതുന്നത് f(n) എന്ന് പറയുന്നത് നമ്മൾ <= c × n⁻³ f(n) <= 3 ആണ്. എപ്പോഴാണ്, c കോൺസ്റ്റന്റ്, c എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ് കേട്ടോ. c എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻസ് ആണ്. സോ ആ ഒരു കേസസിൽ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്, ഇപ്പൊ നോക്കിയേ, പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് എങ്ങനെയാണ്, അതായത് ഇപ്പൊ ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂ തരുമ്പോഴത്തേക്ക് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, നോക്കിക്കേ, f(n) എന്ന് പറയുന്ന 3n³ + 2n² + 3 ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതേണ്ടത്, അതെന്ന് പറയണ എന്തിന് <= എന്ന് എഴുതാൻ പറ്റും,
3n cube plus 2n raised to 3 plus 3n raised to 3 less than or equal to 3n raised to 3 അങ്ങനെ എഴുതാൻ പറ്റുക. അതായത് n raised to 3 പവേഴ്സിൽ എഴുതണം. എന്തെഴുതണം? n raised to 3 പവേഴ്സിൽ എഴുതണം. ഓക്കെ, അപ്പൊ ആ n raised to 3 പവേഴ്സിൽ എഴുതുമ്പോഴത്തേക്കും ഇതാണ് എന്ത് ചെയ്യുന്നത്? ലാർജർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ലാർജർ വാല്യൂ ആണ്. സോ n raised to പവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ എന്നിന്റെ വാല്യൂ ഞാൻ 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 2 പവർ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ് അല്ലേ? സോ അങ്ങനെ വരുന്ന കേസസില് എഫ് ഓഫ് n എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ 2 ആണ്, എന്നിന്റെ വാല്യൂ ഞാൻ 2 ആണ് കൊടുക്കുന്നെങ്കിൽ എനിക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 8n ക്യൂബ് എന്ന് കിട്ടും അല്ലെ? 8n ക്യൂബ് എന്ന് കിട്ടും. എങ്ങനെ കിട്ടും ഈ 8n ക്യൂബ് എന്ന് പറയുന്നത്? നമ്മളിവിടെ 3 എന്ന് കൊടുത്തിട്ടില്ലേ? ഈ 3 എന്ന് പറയുന്നതും n എന്ന് പറയുന്ന ഓരോ വാല്യൂവിനും സബ്സ്റ്റിറ്റ്യൂട്ട് ആയി. 3 എന്നുള്ളത് എങ്ങനെ എഴുതാം എനിക്ക്? ഈ 3 എന്ന് പറയുന്നതിന് ഞാൻ 3 അല്ല 8 ആണ് കേട്ടോ, ഇത് 8 ആണ്. 8 അല്ല 3 ആണ്. 3 ആണ്. കാരണം എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഈ n എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ എപ്പോഴും നമ്മൾ നോക്കുന്നത് n ക്യൂബിലാണ് അല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? എഫ് ഓഫ് n എന്ന് പറയുന്നത് എപ്പോഴും n ക്യൂബിൽ, ഈ ക്വസ്റ്റ്യനിൽ n ക്യൂബ് പവറിലാണ്. ബിഗ് ഓഫ് n ക്യൂബ് ആണ് ഹയസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് എന്ന് പ്രൂവ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സോൾവ് ദ റെക്കറൻസ് ടി ഓഫ് n ഈക്വൽ ടു 3t n by 4 plus n log യൂസിങ് മാസ്റ്റേഴ്സ് തിയറം എന്നാണ് പറഞ്ഞത്. മാസ്റ്റേഴ്സ് തിയറം നമുക്ക് പഠിക്കാനുണ്ട്, അറിയാമല്ലോ. നമുക്ക് അതൊരു ഫോർമുലയാണ്, ജസ്റ്റ് വേറെ ഒന്നുമില്ല അതിൽ പഠിക്കാനായിട്ട്. അത് ജസ്റ്റ് ഒരു ഫോർമുല മാത്രമാണ് അതിൽ പഠിക്കാനുള്ളത്. ആ പ്രോബ്ലം എന്താന്ന് നമുക്ക് നോക്കാം. ഇവിടെ അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പോ കേൾക്കാലോ അല്ലേ? ഓക്കെ, സോ നമ്മളെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? മാസ്റ്റേഴ്സ് തിയറം വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മാസ്റ്റേഴ്സ് തിയറം എന്താണെന്ന് അറിയാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? 3t ഓഫ് n by 4 പ്ലസ് n log എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് മാസ്റ്റേഴ്സ് തിയറത്തിന്റെ ഫോർമുല അറിയണം. അതിന്റെ ബേസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിന്റെ ബേസിസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ അതിന്റെ കോംപ്ലക്സിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ, അതിന്റെ കോംപ്ലക്സിറ്റീസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോക്കാനുള്ളതെന്ന് പറയുന്നത് അതിന്റെ വാല്യൂസ് നോക്കണം. ഏതൊക്കെയാണ് എ വാല്യൂ, ബി വാല്യൂ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പൊ നമുക്കറിയാം റെക്കറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഓരോ പാർട്ടിനെ നമ്മൾ എന്താ ഡിവൈഡ് ചെയ്ത് റെക്കറൻസ് സബ്സ്റ്റിറ്റ്യൂഷനും ട്രീയിലും ഒക്കെ നമ്മൾ ചെയ്യുന്നില്ല, അത് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പാർട്ടിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ് അല്ലെ? ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? 4 ആണ്. ഓക്കെ, അപ്പോ അത് വെച്ചിട്ട് നമ്മൾ എഫ് ഓഫ് n എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് n ഈക്വൽ ടു എന്തായിരിക്കും? n ലോഗ് എന്താണ്? n ലോഗ്. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചു വന്നു. ഓക്കെ, അത് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോൾവ് ദ റെക്കറൻസ് അല്ലേ? റെക്കറൻസ് എന്ത് യൂസ് ചെയ്തിട്ട് മീൻസ് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് തിയറം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് നമ്മുടെ എന്താണ് 4t n by 2 എന്നുള്ളത് നമ്മള് 4t അല്ല, സോറി നമ്മള് 3t n by 4 എന്നുള്ളത് നമ്മൾ എന്തായിരുന്നു? n log n വെച്ചിട്ട് നമ്മൾ എന്താണ് ആ ഒരു എക്സ്പ്രഷന് നമ്മൾ മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ സോൾവ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എഫ് ഓഫ് n എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും? എഫ് ഓഫ് n നമുക്ക് ലോഗ് എഫ് ഓഫ് n എന്ന് പറയുന്നത് ഞാനിപ്പോ n log raised to a b, അത് a to the base b എന്ന് എഴുതുകയാണ്. അതെന്ന് പറയണത് n സ്ക്വയർ ആയിട്ടാണ്. ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് n സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. സോ അപ്പൊ നമുക്ക് എന്തായിരിക്കും? എഫ് ഓഫ് n എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് n എന്ന് പറയുന്നത് നമുക്ക് ബിഗ് ഓഫ് n സ്ക്വയറിന്റെ ഇതിൽ നൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ എന്തെന്ന് എഴുതാൻ നമുക്ക് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി, അതായത് എന്താണ് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി? ടി ഓഫ് n എന്ന് പറയുന്നത് ബിഗ് ഓഫ് n സ്ക്വയർ ആണ്.
മനസ്സിലായോ? ഇത്ര എങ്ങനെയാണ് ചെയ്യാറ്. അതായത് ഒരു ഫോർമുലയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് എന്താണ് ഡിഫറെന്റ് ഫോർമുല എന്നൊക്കെ ഉള്ളത് ഞാൻ നോട്ട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോർമുലയുടെ ബേസിസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുക. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിന് 3 മാർക്സ് ക്വസ്റ്റ്യനിലാണ് പോകുന്നത്. അടുത്ത 2 അതും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്താന്ന് നോക്കിക്കേ. ഡിസ്കസ് ബ്രീഫ്ലി ദ ഹ്യൂറിസ്റ്റിക് യൂണിയൻ ബൈ റാങ്ക് പാത്ത് കംപ്രഷൻ ഇൻ ഡിസ്ജോയിന്റ് സെറ്റ് ഡേറ്റ സ്ട്രക്ചർ. അപ്പൊ ഡിസ്ജോയിന്റ് ഡേറ്റ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് അതിന്റെ യൂണിയൻ ബൈ റാങ്കും പാത്ത് കംപ്രഷനുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെന്താണ് നമുക്ക് നോക്കാം. യൂണിയൻ ബൈ റാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് എൻഷുവേഴ്സ്, എന്താണ് അത് എൻഷുർ, അതായത് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് ബ്രീഫ്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ ബൈ റാങ്ക് എന്ന് പറയുന്നത് വിച്ച് എൻഷുവേഴ്സ്, എന്തിനെയാണ് അത് എൻഷുർ ചെയ്യുന്ന? tree remain shallow by attaching the smaller tree under the root of larger tree. അതായത് എന്താണ്, ഇവിടെ ഇപ്പോൾ ഞാനൊരു ട്രീ സ്ട്രക്ചർ വരയ്ക്കുകയാണ്. അപ്പൊ ഇതൊരു വലിയ ട്രീ ആണെന്ന് വെച്ചോ, ഇതിന്റെ താഴെ ഞാനൊരു കുഞ്ഞു ട്രീ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ട്രീയുടെ താഴെ ഞാനൊരു കുഞ്ഞു ട്രീ വരയ്ക്കുകയാണ്. അങ്ങനെ ഒരു ഷാലോ മോഡൽ ഇത് വരയ്ക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ, അതിനെ എൻഷുർ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് നമ്മള് യൂണിയൻ ബൈ റാങ്ക് എന്ന് പറയുന്നത്. ഇനി path compression എന്ന് വെച്ചാൽ എന്താണ്? flattens the structure of tree whenever find is called, making future operation fast. അതായത് എന്ത് ചെയ്യുന്ന? ഫ്ലാറ്റൻ ചെയ്യും, അതിന്റെ സ്ട്രക്ചറിനെ അത് ഫ്ലാറ്റൻ ചെയ്യും. എന്തിനാണ്? ആ ട്രീനെ എപ്പോഴെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാലോ നമ്മൾ അതിനെ ഫ്ലാറ്റൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചർ കമ്പ്യൂട്ടേഷണൽ വർക്ക് മീൻസ് എന്താണ്? ഫാസ്റ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് സെറ്റിൽ നമ്മൾ 2 കാറ്റഗറീസ് ആണ് പഠിക്കുന്നത്. യൂണിയൻ ബൈ റാങ്കും പാത്ത് കംപ്രഷനുമാണ് പഠിക്കുന്നത്. ഓക്കെ അല്ലേ 3 മാർക്സിൻ്റെത്? ഓക്കെ, ഇനി അടുത്ത 4th ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ടോപ്പോളജിക്കൽ ഓർഡർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എങ്ങനെയാ ടോപ്പോളജിക്കൽ ഓർഡർ? ഒരു ഗ്രാഫ്, അസൈക്ലിക് ഗ്രാഫിന്റെ ഓർഡർ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ എങ്ങനെയായിരിക്കും? വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അതെന്ന് പറഞ്ഞ ഒരു ഡയറക്റ്റഡ് മീൻസ് എന്താണ്? അസൈക്ലിക് ഗ്രാഫിലേ കാണത്തുള്ളൂ. എന്താണ് ഈ ടോപ്പോളജിക്കൽ സോർട്ടിംഗ്? ഡയറക്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് ടോപ്പോളജിക്കൽ സോർട്ടിംഗ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രാഫിലേ പറ്റത്തുള്ളൂ. അത് എവിടെ നിന്നാണ് തുടങ്ങുന്ന? ഒരു സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് യു എന്ന് തുടങ്ങിയിട്ട് വിയിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആക്ച്വലി യൂസ് ചെയ്യുന്ന നമ്മൾ DFS ആണ് യൂസ് ചെയ്യുന്നത്. അതായത് എന്താണ്? ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ അവരിപ്പോ ഓർഡർ ഓഫ് G എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? G എന്ന് പറഞ്ഞാൽ എന്താണ്? V, ദാറ്റ് മീൻസ് വേർട്ടെക്സും എഡ്ജുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് എങ്ങോട്ടൊക്കെ പോവാൻ പറ്റും? നോക്കിയേ, വിയിൽ പോവാൻ പറ്റും അല്ലെ? വിന്ന് വൈയിൽ പോവാൻ പറ്റും. വൈന്ന് എനിക്ക് എവിടെ പോവാൻ പറ്റും? W പോവാൻ പറ്റും. ദെൻ ഇസഡിലോട്ട് പോവാൻ പറ്റും. അപ്പൊ ആ ഒരു ഓർഡർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സിന്ന് എടുക്കാം, എക്സിന്ന് നേരെ വിയിൽ പോവാം. അപ്പൊ ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ടോപ്പോളജിക്കൽ സോർട്ടിങ്ങിൽ നമുക്ക് ഒന്നോ അതിൽ കൂടുതലോ പാറ്റേൺസ് കാണും. കാരണം അല്ലെങ്കിൽ ഓർഡർ കാണും. കാരണം എന്താണ്? നമ്മൾ എടുക്കുന്ന ഇനിഷ്യൽ നോഡിന്റെ രീതിക്കായിരിക്കും അതിൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഇനിഷ്യൽ നോഡായിട്ട് എടുക്കുന്നത് U എന്നാണ്. അപ്പൊ ഇപ്പൊ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ U എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോ U എന്ന് സ്റ്റാർട്ട് ചെയ്തു. U എന്ന് എനിക്ക് എങ്ങോട്ട് പോവാൻ? ഡെപ്ത് ബൈ സെർച്ച് ആണ് കേട്ടോ. വിയിൽ പോവാ അല്ലേ? വി എന്ന് ഇനി എനിക്ക് എങ്ങോട്ട് പോവാൻ പറ്റും? Y ഉണ്ട്, W ഉണ്ട്, Z. അപ്പൊ Y W Z ഇല്ല, എങ്ങനെ പൊയ്ക്കൂടെ? അല്ലെങ്കിൽ ഇപ്പൊ X തുടങ്ങണ എന്താണ്? X V then Y then W Z, ഈ ഓർഡർ. അതാണ് ഞാൻ പറഞ്ഞ ഇതിൽ രണ്ടും കണ്ടു. ഇവിടെ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അങ്ങനെയും എനിക്ക് ചെയ്യാൻ പറ്റും.
അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, അബ്സ്ട്രാക്ഷൻ ഓഫ് ഗ്രീഡി സ്ട്രാറ്റജി. എന്താണ് ഈ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഓഫ് ഗ്രീഡി സ്ട്രാറ്റജി? ഞാൻ പറഞ്ഞായിരുന്നു, ഗ്രീഡി സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രോബ്ലം കാണും, ആ പ്രോബ്ലത്തിന് എന്ത് കാണും, സബ് പ്രോബ്ലംസ് കാണും, ഈ സബ് പ്രോബ്ലംസിന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കാണും. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫീസിബിൾ ആയിരിക്കും. ഈ സൊല്യൂഷനിൽ നിന്ന് നമ്മളൊരു കോമൺ സൊല്യൂഷൻ കണ്ടുപിടിക്കും, S1 എന്നുള്ള. ആ കോമൺ സൊല്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും ഇതിന്റെ ഈ പ്രോബ്ലത്തിന്റെ യഥാർത്ഥ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുക, അതാണ് കൺട്രോൾ അബ്സ്ട്രാക്ഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ അതിനെ പറ്റി എഴുതിയിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ നോട്ടിലും എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, why Stranson's matrix multiplication algorithm is better than traditional divide and conquer algorithm for multiplying two square matrix? What is the recurrence of the number of computation steps taken by the Stranson algorithm and its time complexity? വേറെ ഒന്നുമില്ല, ഇതൊന്നും ആലോചിച്ച് നിങ്ങൾ അയ്യോ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആണോ അങ്ങനെ ഒന്നും പതറയൊന്നും ചെയ്യേണ്ട. സ്ട്രാൻസൺ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ, നമ്മൾ എന്താണോ പഠിച്ചത് അതങ്ങ് എഴുതുക. നമ്മൾ എന്താണ് പഠിച്ചത്, ഇത് എന്താണ്, ഇപ്പം എമ്മും എന്നും ആയിട്ട്, അതായത് നമ്മൾ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണ്. അത് ഞാൻ ഫോർമുലയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ നോട്ടിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നതാണ് സ്ട്രാൻസൺ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കമ്പ്യൂട്ടേഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് A11 പ്ലസ് അങ്ങനെ ഞാൻ പറഞ്ഞു തന്നില്ല, ആ ഒരു ഫോർമുല മാത്രം യൂസ് ചെയ്താൽ മതി. അത് യൂസ് ചെയ്തിട്ട് അതിന്റെ ടൈം കോംപ്ലക്സിറ്റിയും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എന്താണ് ഇത്, ഈ സ്ട്രാൻസൺ മൾട്ടിപ്ലിക്കേഷൻ ആക്ച്വലി എന്താ ചെയ്യുന്നത്, അതായത് അത് റെഡ്യൂസ് ദ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേഷൻസ് ഫ്രം 8 to 7 ഇൻ ഈച്ച് റിക്കർസീവ് സ്റ്റെപ്പ്. ഓരോ റിക്കർസീവ് സ്റ്റെപ്പിലും അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേഷൻസിനെ അത് എന്ത് ചെയ്യും, 8 അല്ലെങ്കിൽ 7 ടൈംസ് എന്ത് ചെയ്യും, അതിന് കുറയ്ക്കും. അതായത് 8 നിന്ന് 7 ടൈംസ് അതെന്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഓപ്പറേഷൻസിനെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേഷനെ റെഡ്യൂസ് ചെയ്യാനാണ് സ്ട്രാൻസൺ മെട്രിക് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതില് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യുക അല്ലേ. ആ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ ഓരോ റെക്കറൻസ് റിലേഷൻ വെച്ചിട്ടാണ് ഓപ്പറേഷൻസ് നടക്കുന്നത്. ആ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നോക്കിയേ, ആ ഓപ്പറേഷൻസിലെ റെക്കറൻസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് T(n) ആണ്. അപ്പൊ നമ്മള് ടൈം കോംപ്ലക്സിറ്റി T(n)ലല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പിനെ റെഡ്യൂസ് ചെയ്യില്ല. അപ്പം 7 ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 7T(n/2) ആക്കുകയാണ്. പ്ലസ് എന്താണ്, ബിഗ് ഓഫ് n² ആണ്. അപ്പൊ ഇവിടുത്തെ വലിയ വാല്യൂ ഏതാണ്, ബിഗ് ഓഫ് n² ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇപ്പൊ ലോഗ്, അപ്പൊ 7 സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അപ്പൊ എന്താ എഴുതാം, n, നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല, ഏത് ഫോർമുലയാണ്, മാസ്റ്റേഴ്സ് തിയറത്തിന്റെ n⁻log ഏതാണ്, 7 എന്ന് പറയണം. എത്ര പ്രാവശ്യം കുറയ്ക്കുന്നു, എത്ര പ്രാവശ്യം റെഡ്യൂസ്, 2 അല്ലേ, ടു ദ ബേസ് 2. അപ്പൊ n എന്ന് പറയുന്നത് എന്താണ്, ടു ദ റേസ് ടു 2.81 ആണ്, 2.81. അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ബിഗ് ഓഫ് n⁻².81 ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് മെയിൻ ആയിട്ട് ഇത്. അതായത് നമ്മളിങ്ങനെ നമ്മുടെ ആ സെന്റൻസ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പഠിക്കില്ല. ആക്ച്വലി അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിലുണ്ടോ, അത് വെച്ച് അങ്ങ് കാച്ചാൻ നോക്കണം, മനസ്സിലായോ? അല്ലാതെ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ അയ്യോ ഇത് അങ്ങനെയൊന്നും അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അങ്ങനെ ചെയ്യല്ലേ. നമുക്ക് സ്ട്രാൻസ് ഇതിൽ കണ്ട ഒരു വേർഡ് തന്നെ ഉണ്ട്, സ്ട്രാൻസൺ മെട്രിക്സ് മൾട്ടിപ്ലൈ, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം, സ്ട്രാൻസൺ മൾട്ടിപ്ലിക്കേഷൻ ആ ഫോർമുല എഴുതാം, ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന പോലെ ചെയ്യാം. പിന്നെ എന്റെ ടൈം കോംപ്ലക്സിറ്റി ചെയ്യുന്നത് കണ്ടുപിടിച്ചങ്ങ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ എന്നാ, ഡിസ്കസ് ബ്രീഫ്ലി ദ എലമെന്റ്സ് ഓഫ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് വിത്ത് എ സൂട്ടബിൾ എക്സാമ്പിൾ. ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ ഒരു എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, എലമെന്റ്സിനെ ബ്രീഫ്ലി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഓക്കെ, ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ സബ്സ്ട്രക്ചറും ഉണ്ട്, പിന്നെ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലം. അതായത് എന്താണ്, ഒപ്റ്റിമൽ
സബ്സ്ട്രക്ചറും ഉണ്ട്. പിന്നെ എന്താണ് സബ് പ്രോബ്ലംസ്, അതായത് എന്താണ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന സബ് പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കിവിടെ മെയിൻലി പറയുന്നത്. ഓക്കെ, അപ്പോ അതിൽ എന്താണ് ചെയ്യുന്നത്, ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, സൊല്യൂഷൻ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് എഫിഷ്യൻ്റ്ലി ഫ്രം സൊല്യൂഷൻ ടു ദ സബ് പ്രോബ്ലംസ്. സൊല്യൂഷനിൽ നിന്ന് സബ് പ്രോബ്ലംസിലേക്ക് എഫക്റ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻസ്, അതായത് സബ് പ്രോബ്ലംസിൽ നിന്നല്ലേ നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൊല്യൂഷനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീയൂസ് സൊല്യൂഷൻ ടു സബ് പ്രോബ്ലംസ് ടു സേവ് കമ്പ്യൂട്ടേഷൻ. ഒരുപാട് കമ്പ്യൂട്ടേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയ ഈ ഓരോ സബ് പ്രോബ്ലംസത്തിന് ഒരു സൊല്യൂഷൻ അല്ല, അതിനെ തന്നെ എന്ത് ചെയ്യും, വീണ്ടും റീയൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എന്താണ്, ഫിബൊനാച്ചി സീരീസ് ആണ്. എന്താണ് ഫിബൊനാച്ചി സീരീസ്, സീക്വൻസോ സീരീസോ അങ്ങനെ. അതിനെന്താ പറയുന്നത്, എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എഫ് ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു എഫ് പ്ലസ് എഫ് ഓഫ് എൻ മൈനസ് 2 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താണ്, 8th ക്വസ്റ്റ്യൻ, കമ്പയർ ബാക്ക് ട്രാക്കിങ്ങും ബ്രാഞ്ച് ബ്രൗൺ ടെക്നിക്കും ആണ്. ഇത് ഞാൻ എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. എന്താണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സിസ്റ്റമാറ്റിക്കലി ഒരു സെർച്ചിങ് ആണ് അല്ലെ, ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ് ആണ്. അതിനൊരു പാർഷ്യൽ സൊല്യൂഷൻസ് കാണും, അതിനെ എല്ലാം ട്രൈ ഔട്ട് ചെയ്തിട്ട് അതിന് വേണ്ടാത്ത സൊല്യൂഷനെ അതെന്ത് ചെയ്യുക, അബാൻഡ് ചെയ്ത് കളയാം. അബാൻഡ് ചെയ്യാൻ മീൻസ് എന്താണ്, അല്ലെങ്കിൽ അതിനെ വിട്ടിട്ട് എന്ത് ചെയ്യുക, അത് ബാക്ക് ട്രാക്ക് ചെയ്ത് അടുത്ത സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള തിരച്ചിലായിരിക്കും. ബാഞ്ച് ആൻഡ് ബ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും, ബൗണ്ടിങ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യും, ഒരു ബെറ്റർ സൊല്യൂഷൻ എക്സ്പ്ലോർ ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. ഓക്കെ, ഇത്രയാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ P class, NP class. At the 9th question, define P, NP complete domains. അതിനെ പറ്റി ഞാൻ P class എന്താണെന്ന്, P എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ടൈം ആണ്, NP എന്ന് പറഞ്ഞാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ടൈം ആണ് ക്ലാസ് ആണ്. ദെൻ NP കംപ്ലീറ്റ് നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ കംപ്ലീറ്റ് ക്ലാസ് ആണ്. അതെന്താന്നുള്ളത് ഞാൻ നോട്ടിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അതൊന്ന് ജസ്റ്റ് വായിച്ച് മാത്രം പോയാൽ മതി. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ലാസ്റ്റ് ഇതാണ് എന്തെന്ന് പറയുന്നത്, കമ്പയർ ലാസ് വെഗാസ് ആൻഡ് മോണ്ടി കാർലോ ആൽഗോരിതംസ്. മോണ്ടി കാർലോ ഇതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ആക്ച്വലി. അപ്പം അതെന്താന്നുള്ളത് മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അതെന്താന്ന് നോക്കിയുള്ള കമ്പാരിസൺ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പാരിസൺ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ഒരു ടേബിളിലൊക്കെ എഴുതുന്നതായിരിക്കും കമ്പാരിസൺ, ഡിഫറൻഷിയേഷൻ, അതൊക്കെ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ലാസ് വെഗാസ് ആൽഗോരിതം എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും എന്തായിരിക്കും, ഒരു കറക്റ്റ് റിസൾട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന്റെ റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രോബബിലിറ്റിക്ക് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താ ഈ പെർമ്യൂട്ടേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റി, അതായത് ഇപ്പം എനിക്ക് ഇത്ര അളവിൽ എനിക്ക് പച്ച കളർ ചോക്ലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ മഞ്ഞ കളർ ചോക്ലേറ്റ് എടുക്കാം, അങ്ങനെ ഒരു പ്രോബബിലിറ്റി സ്റ്റാറ്റിക്സ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും നമ്മൾ ആലോചിച്ച് എടുക്കത്തില്ല ഒരു സൊല്യൂഷൻ. അതുപോലെ ആയിരിക്കും അതിന്റെ റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് കറക്റ്റ് വാല്യൂ അല്ലെങ്കിൽ കറക്റ്റ് റിസൾട്ട് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായിരിക്കും മോണ്ടി കാർലോ ആൽഗോരിതം പറയുന്നത്, അതെന്ന് പറയുന്നത് അതിന്റെ റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും ഇവിടെ പ്രോബബിലിറ്റി ഓഫ് പ്രൊഡ്യൂസിങ് എന്തായിരിക്കും, ഇൻകറക്റ്റ് റിസൾട്ട്, കൂടുതലും ഇൻകറക്റ്റ് റിസൾട്ട് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാബിലിറ്റി ഇവർക്കുണ്ട്. ഓക്കെ, അതാണ് രണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ പാർട്ട് എ കഴിഞ്ഞു. ഇനി പാർട്ട് ബിയിൽ നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1ന്റെ ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 1ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, കണ്ടോ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ എ പാർട്ട് എന്താണ്, ഇലിസ്ട്രേറ്റ് ബെസ്റ്റ് കേസ്, ആവറേജ് കേസ് ആൻഡ് വേഴ്സ്റ്റ് കേസ് കോംപ്ലക്സിറ്റി വിത്ത് ഇൻസേർഷൻ സോർട്ട് ആൽഗോരിതം. ഇൻസേർഷൻ സോർട്ട് ആൽഗോരിതത്തിന്റെ ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, കോംപ്ലക്സിറ്റി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചോ, ആക്ച്വലി ഇൻസേർഷൻ സോർട്ട് എന്താന്നുള്ളത് കുറച്ച് വിത്തിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിനൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങളായിട്ട് ആ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പൊ അതിനൊരു ഫിഗർ ഒക്കെ കാണത്തില്ലേ
എങ്ങനെ അറേ എഴുതുക അങ്ങനെയൊക്കെ. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം എന്താണ്, ആ എക്സാമ്പിൾ വച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിന്റെ ആൽഗരിതംസ് എഴുതുക. ആൽഗരിതം ഇമ്പോർട്ടന്റ് ആണ്. ആൽഗരിതം നിങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ എക്സാമ്പിൾ എഴുതണം അതിന്റെ ആൽഗരിതം, അതായത് ആ കോൺസെപ്റ്റിന്റെ ആൽഗരിതം എഴുതുന്നെങ്കിൽ അത് എഴുതണം. ആക്ച്വലി അതൊരു അഡ്വാൻറ്റേജ് എന്നല്ല ഞാൻ പറയുന്നത്, അത് എഴുതണം. അത് എഴുതാനാണ് നമ്മൾ ഈ ഒരു ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഇൻസേർഷൻ സോർട്ട് ചോദിച്ചാൽ നമ്മൾ ഇൻസേർട്ടിന്റെ ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് എഴുതണം, അതിന്റെ എക്സാമ്പിൾ എഴുതുക, അതിന്റെ ആൽഗരിതം എഴുതുക. ആ ആൽഗരിതം വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു എഴുതാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, ആവറേജ് കേസിന്റെ കോംപ്ലക്സിറ്റിനെ പറ്റിയിട്ട് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഇൻസേർഷൻ സോർട്ടിന്റെ ബെസ്റ്റ് കേസും ആവറേജ് കേസും കോംപ്ലക്സിറ്റി എന്താണ്, ബെസ്റ്റ് കേസിലാണെങ്കിൽ എന്താ നടക്കുന്നത്, അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n ആണ്. ആവറേജ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കോംപ്ലക്സിറ്റി, ഇൻസേർഷൻ സോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്, അതിന്റെ ആവറേജ് ഇതെന്ന് പറയുന്നത് ബിഗ് ഓഫ് n സ്ക്വയർ ആണ്. ഇനി അപ്പൊ വേഴ്സ്റ്റ് കേസ് എന്തായിരിക്കും, ബിഗ് ഓഫ് n സ്ക്വയർ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഞാനൊരു ടേബിൾ ഫോർമാറ്റിൽ കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി, ഒറ്റ ഇതിൽ എഴുതാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ ബെസ്റ്റ് കേസ് എന്താണ്, വേഴ്സ്റ്റ് കേസ് എന്താണ്, ആവറേജ് കേസ് എന്താന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ആഡപ്പ് ചെയ്ത് എഴുതാന്നുള്ളേ ഉള്ളൂ. കാരണം 9 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ അത്രയും നന്നായിട്ട് എഴുതിയാലേ നമുക്ക് ആ 9 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഇനി എന്റെ ബി പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. Give the general idea of the substitution method for solving recurrence. Solve the following recurrence using substitution. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. 2t of n/2 plus n എന്നുള്ള ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അതിന്റെ റെക്കറൻസ് ജനറൽ ഐഡിയ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന്റെ ജനറൽ ഐഡിയയും പറയണം, നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്യണം. അതിന് 5 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അതിനെ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈസ് ആയിട്ട് അതിനെ സോൾവ് ചെയ്യുന്നത്. എന്നിനെ നമ്മൾ എന്ത് ചെയ്യുക, ടി ഓഫ് എൻ എന്ന് ഫസ്റ്റ് എഴുതുന്നു. ആക്ച്വലി എന്താണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ എന്നിനെ നമ്മൾ എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്ത് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ റെക്കറൻസ് റിലേഷൻ. റെക്കറൻസ് മീൻസ് എന്താണ്, റിപ്പീറ്റിംഗ് അങ്ങനെ ചെയ്ത് എന്താണ് നമ്മൾ അതിന്റെ ടി ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ എന്താക്കണം, ടി ഓഫ് 1 എന്നുള്ള വാല്യൂ വരെ അതിനെ റെക്കർ ചെയ്ത് എന്ത് ചെയ്യണം, അതിന്റെ സൊല്യൂഷൻ കൊണ്ടുവരണം. അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ വാല്യൂ നോക്കിക്കേ, 2t n/2 plus n ആണ്. ഓക്കെ, ടി ഓഫ് n എന്ന് പറയുന്നത് എന്താണ്, 2t n/2 plus n ആണ് അല്ലെ, അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ഓക്കെ, നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മീൻസ് എന്താണ്, നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, എന്നിന് ഒരു വാല്യൂ അങ്ങ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n equal to 2 എന്നുള്ളത് എഴുതണം. നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്, ഫസ്റ്റ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്ത് എഴുതും. എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ഇവിടെ എന്ത് ചെയ്യാണ്, ഇപ്പൊ എന്നിന്റെ വാല്യൂ ഞാൻ ഇവിടെ മാറ്റി കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് എന്താ വരുന്നത്, ഫസ്റ്റ് എനിക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും 2 n സ്ക്വയറിനെ വെച്ചാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ എനിക്ക് എന്തായിരിക്കും, 2t n/4 cn അങ്ങനെ എഴുതാം. അപ്പൊ അതായത് എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ഫസ്റ്റ് ഇതിന് n സ്ക്വയർ അല്ല കേട്ടോ, n/2 ആണ്, സോറി, n/2 വെച്ച് എഴുതണം. അപ്പൊ ഞാൻ എന്താ, 2t n/4 പ്ലസ് എന്തായിരിക്കും 2 അല്ലെ, എങ്ങനെയല്ലേ വരിക. ഓക്കെ, 2n എന്ന് വരും. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് വാല്യൂ കിട്ടുമ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാ, ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ n equal to 2k എന്ന് പറഞ്ഞില്ലേ, അതിനെ ഞാൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിനെ ലോഗിന്റെ പവറിൽ എഴുതാൻ പറ്റും. ലോഗിന്റെ പവറിൽ എഴുതുമ്പോഴത്തേക്കും എനിക്ക് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി, അതായത് n എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാൻ പറ്റും, സോറി ഗൈസ്, കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ, നമുക്കപ്പോ നമ്മുടെ ഇതിലോട്ട് വരാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ടി ഓഫ് n ഈക്വൽ ടു 2t n/2 plus n എന്നായിരുന്നു അല്ലെ നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ n എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ടീനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും, ടി ഓഫ്
n/2 വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്താ കിട്ടുന്നത്? എക്സ്പാൻഡ് നിങ്ങൾ n ഉള്ളിടത്തെല്ലാം എന്ത് ചെയ്യണം? n/2 ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് 40 മീൻസ് ഞാൻ ചെയ്തിട്ടുള്ള ആൻസർ വെച്ചിട്ടാ പറയുന്ന 40 n/4 പ്ലസ് എന്തെന്ന് കിട്ടും? എനിക്ക് 2n എന്ന് കിട്ടും. ഓക്കെ, n/2 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്നിട്ടും ഞാൻ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. ഇങ്ങനെ കണ്ടിന്യൂറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അടുത്ത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും എനിക്ക് കിട്ടുന്നത്? n/4 വെച്ചിട്ട് ഞാൻ പിന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 80 × n/8 പ്ലസ് 3n എന്നായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ? എന്നിന്റെ വാല്യൂ കണ്ടോ? ഇവിടെ 1n ആയിരുന്നു, ഇവിടെ 2n ആയിരുന്നു, കണ്ടോ? ഇവിടെ 3n ആയി. അപ്പൊ എക്സ്പാൻഡിങ് അനുസരിച്ച് എന്താണ്? എന്നിന്റെ വാല്യൂ കൂടുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ എന്താണ് എന്നിന് ഇവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്? 2k എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും t of n എന്ന് പറയുന്നത് 2k⁻t(1) എന്ന് എഴുതുകയാണ് ഞാൻ. പ്ലസ് എന്താണ്? kn. എന്തുകൊണ്ട് kn? നമ്പർ ഓഫ് k എന്താണ്? കൂടുകയാണ്. 1 ആയിരുന്നു, 2 ആയിരുന്നു, 3 ആയി അല്ലേ? അപ്പൊ അങ്ങനെയായി. അപ്പൊ ഞാൻ ഇവിടെ kയുടെ വാല്യൂ എനിക്ക് ഇതിൽ നിന്ന് എടുത്തുകൂടെ? എങ്ങനെ എടുക്കാം kയുടെ വാല്യൂ? log n⁻2 എന്ന് എടുത്തുകൂടെ? അപ്പൊ kയുടെ വാല്യൂ ഇതായിരിക്കും. അപ്പൊ ഞാൻ ഇതെല്ലാം എന്ത് ചെയ്യണം? kയുടെ സ്ഥാനത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? t of n = എന്തെന്ന് കിട്ടും എനിക്ക്? ഈ t(1) എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റിന് ഞാൻ c0 എന്ന് ഇടണം. അപ്പൊ എനിക്ക് c0n പ്ലസ് എന്താണ്? n log n⁻2 എന്ന് കിട്ടി അല്ലേ? അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി നോക്കിക്കേ, ഏതാ കൂടുതൽ? c of n ആണോ കൂടുതൽ? n log n ആണോ? അപ്പൊ നമുക്ക് അഫ്കോഴ്സ് എന്താണ്? ഹയർ വാല്യൂ അല്ലേ? അപ്പൊ t of n എന്ന് പറയണ എന്തായിരിക്കും? നമുക്ക് n big of n log n ആയിരിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാറ്. ഓക്കെ, അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ, അടുത്ത് നോക്കിയേ 12th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോൾവ് ദ ഫോളോയിങ് റിക്കറൻസ് യൂസിങ് റിക്കർഷൻ ട്രീ മെത്തേഡ്. റിക്കർഷൻ ട്രീ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? t of n = t × n/3 plus t of 2n/3 plus cn എന്നാണ് നമ്മുടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? റിക്കറൻസ് ട്രീ മെത്തേഡ്, അതായത് എന്ത് വെച്ചിട്ടാണ് റിക്കറൻസ് ട്രീ മെത്തേഡ് ചെയ്യുന്നത്? നമുക്കറിയാമല്ലോ. ഇപ്പൊ t of n ആയിരിക്കും നമ്മുടെ മെയിൻ നോഡ് എന്ന് പറയണം. അത് വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ n/3 വെച്ചിട്ടല്ലേ? അപ്പൊ ഞാൻ ഫസ്റ്റ് എന്തായിട്ട് 3 ഇതായിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെ 3 ഇതായിട്ട് ഡിവൈഡ്? n/3 അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്? ഈ ഓരോ പ്രാവശ്യം ഞാൻ ഇത് ഇടുമ്പോഴത്തേക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് അതിന് ഈ വാല്യൂസ് മാറ്റം വരും. അങ്ങനെ ഞാൻ ചെയ്തു പോകുമ്പോഴത്തേക്ക് ലാസ്റ്റ് എനിക്ക് ആൻസർ എന്ത് ചെയ്യാ? t of n എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഗ് ഓഫ് ഒരു വാല്യൂ, അതായത് ഏതാണോ ഹയസ്റ്റ് വാല്യൂ കിട്ടുന്നത് അതായിരിക്കും എനിക്ക് കിട്ടുന്നത്. പിന്നെ ഇത് കണ്ടോ? ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ലാസ്റ്റ് എന്തായിരിക്കണം കിട്ടുന്നത്? ട്രീ ഫോർമാറ്റിൽ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത്? ബിഗ് ഓഫ് എന്തായിരിക്കും? ലോഗ് n ആയിരിക്കും. n log n ആയിരിക്കും ഈ ക്വസ്റ്റ്യന് കിട്ടുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും കിട്ടുന്നത്? പവറിൽ ബിഗ് ഓഫ് n² കിട്ടും. n² കിട്ടും. ഓക്കെ, ബിഗ് ഓഫ് n² അല്ല, n ആണ്. ഓക്കെ, n ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ട്രീ മെത്തേഡ് അറിയാലോ. ജസ്റ്റ് ഒരു നോഡ് എടുക്കുക. ഇപ്പൊ n എന്നുള്ള നോഡ് എടുക്കുക, n/3 ആയിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ n/3 ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നതിനെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ? ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിഫൈൻ ബിഗ് ഓഫ് ബിഗ് ഒമേഗ ആൻഡ് തീറ്റ നൊട്ടേഷൻ ആൻഡ് ഇലിസ്ട്രേറ്റ് ദം ഗ്രാഫിക്കലി. ഇതെന്താണ്? അസിംബയോട്ടിക് നൊട്ടേഷൻ ആണ്. അസിംബയോട്ടിക് നൊട്ടേഷന്റെ നോട്ട് ഞാൻ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും അതിന്റെ ഫോർമുലാസ് എല്ലാം ഞാൻ തന്നിട്ടുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്താൽ മാത്രം മതി. അതെന്താണ് പറയുന്നതെന്നും അതിന്റെ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഒക്കെ പറയുന്ന കാര്യങ്ങളെ പറ്റിയാണ് അത് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മൊഡ്യൂൾ 2 നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗിവ് എന്താണ്? BFS, അതായത് എന്താണ്? ബർത്ത് ഫസ്റ്റ് സെർച്ച് ആൽഗോരിതം ഫോർ ഗ്രാഫ് ട്രാവേഴ്സൽ പെർഫോം ഇറ്റ്സ് കോംപ്ലക്സിറ്റി. അപ്പൊ അതിൽ എന്താ പറയുന്നത്? ബർത്ത് ഫസ്റ്റ് സെർച്ചിന്റെ ഗ്രാഫിക്കൽ ഇതിൽ വെച്ചിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത്
അതിന്റെ കോംപ്ലക്സിറ്റി, പെർഫോം ഇറ്റ്സ് കോംപ്ലക്സിറ്റി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ബർത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ആക്ച്വലി ചെയ്യുന്നതെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഓക്കെ, ബർത്ത് ഫസ്റ്റ് സെർച്ചിൽ എന്താ പറയുന്നത്? ആക്ച്വലി പറയുന്ന വേറെ ഒന്നുമല്ല. അതായത് എല്ലാ നോട്ട്സിലും അത് പോകും. മനസ്സിലായോ? എല്ലാ നോട്ട്സിലും അത് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? അതായത് എല്ലാ നെക്സ്റ്റ്, അതായത് ഡെപ്ത് ലെവലിലുള്ള, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട്, അതായത് നമുക്കറിയാം ബർത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ ക്യൂൻ പ്രോസസ് ആണ്. അതായത് ഓരോ ലെവൽ ബർത്ത് വൈസ് ആയിട്ട് ഇങ്ങനെ ബർത്ത് വൈസ് ആയിട്ട് പോകുന്നതാണ് ബർത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, എല്ലാ നോട്ട്സിനും അത് എന്ത് ചെയ്യും? എക്സ്പ്ലോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി? ഇപ്പോൾ സിൻസ് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അതിന്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ടി ഓഫ് എൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ബിഗ് ഓഫ് എന്തായിരിക്കും? ബിഗ് ഓഫ് വി പ്ലസ് ഇ ആണ്. അതായത് വേർട്ടെക്സ് പ്ലസ് എഡ്ജസ് ആയിരിക്കും. കാരണം നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ എഡ്ജിൽ കൂടെ അതിന്റെ വേർട്ടെക്സിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യും. അപ്പൊ അതിന്റെ ടൈം കോംപ്ലക്സ് എന്തായിരിക്കും? ആ ട്രാവൽ ചെയ്യുന്ന ആ ഓരോ എഡ്ജിന്റെയും വേർട്ടെക്സിന്റെ ആ ടൈം ആണ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളടുത്ത് പറയുന്ന ബർത്ത് ഫസ്റ്റ് സെർച്ച്. ഓക്കെ, അതിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്താണ് ഇവിടെ? ടി ഓഫ് എൻ എന്ന് പറഞ്ഞത് ബിഗ് ഓഫ് വി പ്ലസ് ഇ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിഫൈൻ എ വി എൽ ട്രീ. എന്താണ്? കൺസ്ട്രക്ട് ആൻ AVL ട്രീ ബൈ ഇൻസേർട്ടിംഗ് കീ. ഏതൊക്കെയാണ് കീ എന്ന് പറഞ്ഞാൽ 44, 17, 32, 78, 50 അല്ലെ? ഓക്കെ, 54, 84, 88, 48 അങ്ങനത്തെ ഇതുണ്ട്. അപ്പോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഒരു AVL ട്രീ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവിടെ ഈ AVL ട്രീ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന എന്താന്ന് നോക്കിക്കേ. AVL ട്രീ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പൊ AVL ട്രീ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ AVL ട്രീ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ആൻഡ് AVL ട്രീ എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി ഒരു സെൽഫ് ബാലൻസിങ് ബൈനറി സെർച്ചിങ് ട്രീ ആണ് AVL ട്രീ എന്ന് പറയുന്നത്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 ചൈൽഡ് സബ് ട്രീസിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും അതിന്? എന്തായിരിക്കും? ഓഫ് എനി നോട്ട് ഡിഫർ ബൈ എന്തായിരിക്കും? അറ്റ്മോസ്റ്റ് 1, ഒരു ഇതെങ്കിലും വെച്ചിട്ടായിരിക്കും അതിനെ ഡിഫർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇൻസേർഷൻ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് കീഴത്. അത് എങ്ങനെയാണ് നമ്മൾ സീക്വൻഷ്യലി ഹീൽ ചെയ്യുന്നത്? പെർഫോം റൊട്ടേഷൻ, അതായത് എന്താണ്? നമ്മൾ സിംഗിൾ റൈറ്റ് റൊട്ടേഷനും ലെഫ്റ്റ് റൊട്ടേഷനും ഡബിൾ റൊട്ടേഷനും എന്ത് ചെയ്യും? AVL പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇൻസേർഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ റൊട്ടേഷൻസ് നടത്തുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഏത് ടൈപ്പ് ഓഫ് റൊട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നും ചോദിക്കുന്നുണ്ട്. ഏതൊക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏതാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഡബിൾ റൊട്ടേഷന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗീവ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. അതിന്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ബർത്ത് ഇങ്ങനെ എല്ലാം നോടാം. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഇത്രയും ഡെപ്തിൽ പോയിട്ട് പിന്നെ അടുത്ത ഡെപ്ത് അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ അതിന്റെ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അതിപ്പോ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോട്ടിൽ കൊടുത്തേനെ. അതിന്റെ ടൈം കോംപ്ലക്സിറ്റി വന്നിട്ട് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഇപ്പൊ ബർത്ത് ഫസ്റ്റ് സെർച്ചിട്ട് അതിൻ്റെത് ടൈം കോംപ്ലക്സ് OV പ്ലസ് E ആയിരിക്കും അതിന്റെയും ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ എന്ന് വെച്ചാൽ എല്ലാം ഗ്രാഫ് ട്രാവേഴ്സിംഗ് അല്ല. അപ്പം അതിന്റെ വേർട്ടെക്സും എഡ്ജിലും കൂടെ പോകുന്നതുകൊണ്ട് അതിന്റെ ആ ഒരു പ്രസന്റേഷൻ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എവിടെയാണ്? ഇതില് എന്താണ്? നമ്മൾ DFS പെർഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. When multiple nodes are available for next traversal, choose nodes in alphabetical order, classify the edges into different categories. അപ്പൊ ഓരോ ഡിഫറെന്റ് കാറ്റഗറീസ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ DFS പെർഫോം ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ കൊടുക്കാം. നമ്മൾ ആദ്യം എന്താണ്? എല്ലാ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇപ്പം ഏതാണ്? UVXYZ അല്ലെ? UVWXYZ ആ ഓർഡറിലല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും? UVWXYZ എന്നുള്ള ഓർഡറിൽ അതിനെന്ത് ചെയ്യും? നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. ട്രാവേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ എന്നിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ട്രീ, ബാക്ക്, ഫോർവേഡ് ഓർ ക്രോസ് എഡ്ജ്. അതായത് എന്ന് വെച്ചാൽ എന്താണ്?
ട്രീ ആയിട്ടാണോ, ബാക്ക്വേർഡ് ആയിട്ടാണോ, ഫോർവേഡ് ആയിട്ടാണോ, അല്ലെങ്കിൽ എന്താണ് ക്രോസ് എഡ്ജസ് ആയിട്ടാണോ എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇനി നോക്കി, ഇലിസ്ട്രേറ്റ് ദ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് ബൈ അപ്ലൈങ് ടു വേ മെർജ് സോർട്ട് ഫോർ ദ ഇൻപുട്ട് ട്രേ. അപ്പൊ എന്താണ് ടു വേ ഇൻസേർഷൻ സോർട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. മെർജിൽ അത് മെർജിങ് അറിയാമല്ലോ, എങ്ങനെയാണ് മെർജിങ് ചെയ്യുന്നത്. ഒരു അറേ കാണും, അതിൽ ഫസ്റ്റ് നമ്മൾ രണ്ട് ഇതായിട്ട് എത്ര സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കും, അതിനെ അറേഞ്ച് ചെയ്യും, പിന്നെ അതിനെ ഈക്വൽ ഹാഫ്സ് ആക്കും, പിന്നെ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഇങ്ങനെ മെർജ് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യും, ഈ സാധനം തന്നെ ഓർഡറിൽ കൊണ്ടുവന്ന് മെർജ് സോർട്ട് ചെയ്യുന്നത്. അതിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ഡിജിറ്റൽ ആൽഗോരിതം ഫോർ സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് ടു സോൾവ് ദ ഫോളോയിങ്. അപ്പൊ എന്താണ്, ഇനി ഒരു നോഡിന്റെ ഒരു ക്വസ്റ്റ്യൻ, അവിടെ നമ്മൾ എന്താണ് ഡിജിസ്ട്രാക്സ് ആൽഗോരിതം ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡിജിസ്ട്രാക്സ് ആൽഗോരിതം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു സ്റ്റാർട്ടിംഗ് നോഡിൽ നിന്ന് ഗോൾ നോഡിലോട്ട് പോകണം. പക്ഷേ ഗോൾ നോഡിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം, മിനിമം കോസ്റ്റിലൂടെ മാത്രമേ സഞ്ചരിക്കാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു ആൽഗോരിതമാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിജിസ്ട്രാക്സ് ആൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇതിന്റെ ഡിജിസ്ട്രാക്സ് ആൽഗോരിതം പെർഫോം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എ നോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എയിൽ നിന്ന് ബിയിലോട്ട് പോവാം, ഡിയിലോട്ടും പോവാം. പക്ഷെ 1 ഉണ്ട് 4 ഉണ്ട്. അപ്പൊ ഞാൻ ഏതായിരിക്കും ചൂസ് ചെയ്യണം, 1 ആയിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ഡിയിലെത്തി. അപ്പൊ അടുത്ത് ഞാൻ ഡിയിലെത്തി. ഡിന്ന് അടുത്ത് ഞാൻ നോക്കിയേ, ഡിന്ന് എനിക്ക് എങ്ങോട്ട് പോവാം, ഇനിയിപ്പം ബിയിലോട്ടും സിയിലോട്ടും ഇയിലോട്ടേ പോവാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ഞാൻ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്, 2 3 4. അപ്പൊ 2 അല്ലേ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ 2 ചൂസ് ചെയ്തു. അപ്പൊ ആ വഴി പോയി. അപ്പൊ ഞാനിപ്പോ എവിടെ എത്തി, ബിയിലെത്തി. ഇനി ബിന്ന് എനിക്ക് എങ്ങോട്ട് പോവാം, സിയിലോട്ട് പോവാം അല്ലെ. സിയിലോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ബാക്കിലോട്ട് എയിലോട്ട് വരണം. അത് പോസിബിൾ അല്ല, എന്നാൽ അത് ഒരു ക്ലോസ്ഡ് ഫിഗർ ആവും. അപ്പൊ ഞാൻ സിയിലോട്ട് പോവാണ്. അപ്പൊ സിയിൽ പോയി. ഇനി സിന്ന് എനിക്ക് ഏതിലോട്ടൊക്കെ പോവാം, ഡിയിലോട്ട് പോവാം, ഇയിലോട്ട് പോവാം, എഫിലോട്ട് പോവാം. അപ്പൊ എന്റെ ഗോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എഫിൽ എത്തുന്നതാണ്. അപ്പൊ ഞാൻ നോക്കുകയാണ് ഏതിലോട്ട് പോവാം. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 3, ഇവിടെ എത്രയാണ് 1 then 12. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 1 ഈ പാത്ത് ചൂസ് ചെയ്തു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഈ പാത്ത് ചൂസ് ചെയ്യും. അപ്പൊ ഞാൻ ഇയിലെത്തി. ഇന്ന് ഞാൻ എവിടെ പോവാം, എനിക്ക് ഡിയിൽ പോവാം, then എഫിലും പോവാം. പക്ഷേ ഞാൻ ഡി പോയാ പിന്നെ ഞാൻ 3 വഴി കയറി കറങ്ങി വരണ്ടേ. ഞാൻ എന്ത് ചെയ്യും, എഫിലോട്ട് പോവാൻ ഇത് ചൂസ് ചെയ്യും. അപ്പൊ എന്റെ മിനിമം കോസ്റ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അതാണ് അതിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 16th ക്വസ്റ്റ്യൻ നോക്കിക്കേ, സ്നാപ്ചാറ്റ് പ്രോബ്ലം. എന്താ സ്നാപ്ചാറ്റ് പ്രോബ്ലത്തിന്റെ സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റ് പ്രോഫിറ്റ് ബൈ വെയിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. ഇനി അതിന്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യുക, x1 x2 അങ്ങനെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് മാക്സിമം പ്രോഫിറ്റ് വെച്ചിട്ട് ആ സാക്ക് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് വരിക, കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് മാക്സിമം പ്രോഫിറ്റിന്റെ ബേസിസിലാണ്, മാക്സിമം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് തന്നെ. ഇവിടെ ഇപ്പൊ 23 ഒബ്ജക്ട്സ് ഉണ്ട്. 20 യൂണിറ്റ്സ്, അതായത് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 20 യൂണിറ്റ്സ് ആണ്. 3 ഒബ്ജക്റ്റേ ഉള്ളൂ. അതിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ് വെയിറ്റ് ബൈ, ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്താൽ മാത്രം മതിയാവും. ഇനി അപ്ലൈ ക്രൂസ്കൽസ് ആൽഗോരിതം ടു ഫൈൻഡ് മിനിമം കോസ്റ്റ് ഓഫ് സ്പാനിങ് ട്രീ. അപ്പൊ ക്രൂസ്കൽസ് ആൽഗോരിതം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ക്രൂസ്കൽസ് ആൽഗോരിതത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ, അതായത് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ നോട്ട്സും വേണമെന്നില്ല. അതിന് മിനിമം ആയിട്ട് പോകാൻ പറ്റുന്ന നോട്ട്സ് തമ്മിൽ കണക്ട് ചെയ്യുക. പക്ഷെ അതൊരു ക്ലോസ്ഡ് ഫിഗർ അല്ല എന്ന് മാത്രം നോക്കുക. ഇവിടെ നോക്കി, എന്ന് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇയിൽ വരെ എത്തണം, അല്ലെങ്കിൽ ഈ എൻഡ് വരെ എത്തണം എന്ന് ആലോചിക്കുക. അപ്പൊ എനിക്ക് മൊത്തം എന്തായിരിക്കും, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര വെർട്ടെക്സസ് എടുക്കണോ അതിന്റെ ഒരു വെർട്ടെക്സിന്റെ n-1 ആയിരിക്കും എന്തെന്ന് പറയണം, എഡ്ജ് എന്ന് പറയണം. അപ്പൊ n എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞാൽ വേർട്ടെക്സ് ആയിരിക്കും. പക്ഷെ അതിന്റെ ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ n-1 ആയിരിക്കും അതിന്റെ എഡ്ജസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ വരെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇത്രയും ഉണ്ടെങ്കിലും എനിക്ക് വരുന്നത് ഒരെണ്ണം ഒരു എഡ്ജ് കുറഞ്ഞിട്ടുള്ളതായിരിക്കണം. ഞാനിപ്പോ എന്ന് സ്റ്റാർട്ട് ചെയ്തു, എയിൽ 4 ഉണ്ട്, H01 ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എച്ചിൽ നിന്നും ജിയിൽ നിന്നാണ്, കാരണം അതല്ലേ ഏറ്റവും കുറവ്. അടുത്ത് ഞാൻ നോക്കുകയാണ്, അത് കഴിഞ്ഞ് GUF ഉണ്ട്. ഓക്കെ, GUF 2 ഉള്ളൂ. പിന്നെ F-ന്ന് 10 ഉണ്ട്, 9 ഉണ്ട്. അടുത്ത് എനിക്ക് ഏതെന്ന് പോവാം, ബിയിലോട്ട് പോവാം അല്ലെ.
ബി എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങോട്ട് പോവാം? ബിന്ന് 11 ഉണ്ട്, 8 ഉണ്ട്, പിന്നെ എന്താണ് സിയും ഐയും എനിക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്യാം? മിനിമം കോസ്റ്റ് എല്ലാം എടുത്തെടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ എനിക്കൊരു ഇതേ എന്താണ് ഫിഗർ അല്ല, ക്ലോസ്ഡ് ഫിഗർ കിട്ടണം എന്നല്ല, എനിക്ക് അതിന്റെ എഡ്ജ് ഒന്ന് ആ വെർട്ടിക്സിനെ കാട്ടി ഒന്ന് കുറവുള്ള മിനിമം കോസ്റ്റിൽ എനിക്ക് കിട്ടുന്ന അതായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ക്രൂസ്കൽ എന്ത് ചെയ്യുന്നത്, ക്രൂസ്കൽസ് ആൽഗരിതം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്കസ് ദ ഫ്ലോയിഡ് വെർഷാൽ ആൽഗരിതം ഫോർ ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം. സോൾവ് ദ ഫോളോയിങ് ഇൻസ്റ്റന്റ് യൂസിങ് ആൽഗരിതം. ഈ ആൽഗരിതം യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നോക്കി, ഈ ആൽഗരിതം തന്നിരിക്കുന്ന കണ്ടോ? ഇത് നമ്മൾ എങ്ങനെ ചെയ്യുക? അതായത് ഇതെന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചിലൂടെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ പെയറും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് വേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഡിസ്റ്റൻസിനെ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് വെച്ചാൽ ഫ്ലോയിഡ് വെർഷൽ ആൽഗരിതം എന്താന്ന് എഴുതണം. പിന്നെ എന്ത് ചെയ്യണം? ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഇതൊരു ഡൈനാമിക് പ്രോബ്ലം ആണ്. ഷോർട്ടസ്റ്റ് പാത്ത് എല്ലാ പേഴ്സിനുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എൻക്യൂൻസ് പ്രോബ്ലത്തിന്റെ സ്റ്റേറ്റ് സ്പേസ് ട്രീ വരച്ച് പഠിക്കുക. എന്താണ് സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്ന് വരയ്ക്കുക. പിന്നെ ബാക്ക് ട്രാക്കിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതായത് അറിയാമല്ലോ. 4x4 പസിലാണ്. അതിൽ Q1 Q2 Q3 എന്ന് പറഞ്ഞ 4 ക്യൂൻസ് ഉണ്ട്. അതൊരിക്കലും ഒരു സെയിം റോയിലോ സെയിം കോളത്തിലോ വരാൻ പറ്റില്ല. ഡയഗണലി അതിനെ പ്ലേസ് ചെയ്യുക, അതിന് കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനും ഓക്കെയാണ്. ഞാൻ എൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡിസ്കസ് ദ elements of the dynamic programming by considering the matrix chain multiplication problem. അപ്പൊ അതെന്താന്ന് നോക്കാം. നോക്കിയേ, ഇത് നമ്മളെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് അയ്യോ സോറി ഈ പാർട്ട്. ഓക്കെ, ഈ പാർട്ട് നമ്മള് നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് മെട്രിക്സ് ചെയിൻ, അതായത് ആക്ച്വലി എന്താണ് ഈ മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്? അതെന്ത് ചെയ്യും? ഒരു സബ് പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യും. എന്തിന്റെ പേരിൽ ഡിഫൈൻ ചെയ്യും? അതിന്റെ മെട്രിക് സ്പ്ലിറ്റിന്റെ ബേസിസിൽ അതിനെ ഡിഫൈൻ ചെയ്യും. അത് എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടേബിളിൻ്റെ അകത്ത് ഈ സബ് പ്രോബ്ലംസിന്റെ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും ഈ സബ് പ്രോബ്ലം. അതായത് നമ്മുടെ മറ്റേ ഗ്രീഡി അപ്രോച്ച്, ഡൈനാമിക് അപ്രോച്ചിന്റെ കോൺസെപ്റ്റ് മാത്രം. കാരണം എന്താണ്? അതൊരു പ്രോബ്ലത്തിൽ നിന്ന് സബ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു, സബ് പ്രോബ്ലംസിൽ നിന്ന് നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു വേ തന്നെയാണ്. അല്ലാതെ വേറെ വേറെ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ സിമ്പിൾ കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ആണ്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി ഇതിൽ എന്താണ്, ഞാൻ അന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോർമുല, പിന്നെ അതിന്റെ ഫിഗർ, എങ്ങനെയാണ് അത് ചെയ്യുന്ന എല്ലാ കാര്യവും ഞാൻ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അതെന്ന് പറഞ്ഞാൽ എല്ലാ പെയേഴ്സിലും പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം ഏതൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള ഇതിൽ നോക്കണം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവിടെ ട്രാവലിംഗ് സെയിൽസ്മാന്റെ പ്രോബ്ലം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്ലൈ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ടെക്നിക് ടു സോൾവ് ദ ഡിസ്റ്റൻസ് ഓഫ് TSP. assume the starting vertex A, draw the state space. അതായത് എയിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഞാൻ എയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും നോക്കിയേ? ബിയിലോട്ട് പോകാൻ പറ്റും, സിയിലോട്ടും പോകാൻ പറ്റും അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? എയിലോട്ട് ആരൊക്കെയാ? ഇപ്പൊ എയില് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എയിൽ നിന്ന് എനിക്ക് ബി പോവാൻ പറ്റും, സി പോവാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏറ്റവും കോസ്റ്റ് കുറവ് എങ്ങോട്ടാണെന്ന് നോക്കിക്കേ? 4ലാണ്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യും? സീനെ ചൂസ് ചെയ്യും. ഓക്കെ, സീനെ ചൂസ് ചെയ്യും. ഇനി സീനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സിയിൽ ആരൊക്കെ പോകുന്നു? സിന്ന് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്? സിന്ന് ബിയിലോട്ട് പോകുന്നുണ്ട്, എയിലോട്ടും പോകുന്നുണ്ട്. അപ്പൊ എയിലോട്ട് 1 ഉള്ളു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? എയിലോട്ട് 1 ഉള്ളു. അപ്പം എനിക്ക് എ ഉണ്ട്. ഓക്കെ, പിന്നെ എന്തുണ്ട്? ബിയിലോട്ട് നോക്കാം. അങ്ങനത്തെ ബിയിലാണെങ്കിൽ നോക്കിയേ, എന്നും ബിന്നും ഇവിടെ ആണെങ്കിൽ സിയിലോട്ടും പോവാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഒരു സ്റ്റേറ്റ് സ്പേസ് ട്രീ വരയ്ക്കാനാണ് പറഞ്ഞത്. മിനിമം കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള സ്പേസ് ട്രീ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 5ലെ ക്വസ്റ്റ്യൻ നോക്കിയാൽ പ്രൂവ് ദാറ്റ് എന്താണ്
PQ problem is NP complete. അതെങ്ങനെയാ കണ്ടുപിടിക്കുക നോക്കിയേ. നമ്മൾ ഫസ്റ്റ് അതിന് എന്താണ് ഒരു ഹ്യൂറിസ്റ്റിക് ഫിറ്റ് അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് എന്താണ് ഫസ്റ്റ് ഫിറ്റ് ഹ്യൂറിസ്റ്റിക് ഫോർ ബിൻ പാക്കിംഗ് എന്നുള്ള പ്രോബ്ലം ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ആൻഡ് അപ്രോക്സിമേഷൻ ഗ്രാഫിക് മീൻസ് എന്താണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ NP കംപ്ലീറ്റ് ആണെന്ന് ഈ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ NP കംപ്ലീറ്റും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. റൈറ്റ് റാൻഡംനെസ് ക്വിക്സോർട്ട് ആൽഗോരിതം നമ്മൾ പഠിച്ച കാര്യം തന്നെ. അത് വെച്ച് എന്ത് ചെയ്യണം, അതിന്റെ റൺ ടൈം അനാലിസിസ് ചെയ്യാൻ പറ്റത്തില്ല, പഠിപ്പിച്ച കാര്യമാണ്, ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ക്വിക്സോർട്ട് എന്താണെന്ന് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു തന്നു, അതിന്റെ ടൈം കോംപ്ലക്സിറ്റിയും പറഞ്ഞു തന്നു. ഇനി 20th ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്താണ്, ഡിഫൈൻ അപ്രോക്സിമേഷൻ ആൽഗോരിതം ആണ്. ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു ഗ്രാഫ് കളറിങ്, അപ്രോക്സിമേഷൻ ആൽഗോരിതം, ഗ്രാഫ് കളറിങ് പ്ലാനറിൽ എങ്ങനെയാണ് വേർട്ടെക്സ് കളർ, അതിലൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അത് തന്നെയാണ്, അതിൽ വലുതായിട്ട് വേറെ ഒന്നും ഇല്ല. പിന്നെ ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് റാൻഡംനെസ് ആൽഗോരിതംസ് ഓവർ ഡിറ്റർമിനിസ്റ്റിക് ഞാൻ പറഞ്ഞു തന്നു. ഡിറ്റർമിനിസ്റ്റിക് ആൽഗോരിതം നോൺ ഡിറ്റർമിനിസ്റ്റിക് ഡിഫറൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ലാസ് വെഗാസ് ആൻഡ് മോൺലി കാർട്ടിൽ വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ, ഞാൻ പാർട്ട് എയിൽ ഇത് രണ്ട് ലാസ് വെഗാസ് ആൻഡ് ദ മോണ്ടി കാർലി എന്താന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് പേപ്പർ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാക്സിമം നമ്മൾ എല്ലാ മൊഡ്യൂളും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 2022 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും, എന്താ ലൈക്ക് ഏതൊക്കെയാ ടോപ്പിക്സാണ് നമ്മൾ കുറച്ച് വെയിറ്റേജ് ഇട്ട് പഠിക്കേണ്ട എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടും. സോ അത് അത്രയും നോക്കുക. സോ ബെസ്റ്റ് ഓഫ് ലക്ക്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഡു വെൽ, നന്നായിട്ട് സ്കോർ ചെയ്യുക. ഓക്കെ.